നല്ല വെടിച്ചിൽ പടം. എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഞാൻ ഒരു 4 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. കണ്ട് കഥ മണപ്പാടമാക്കിയപ്പോ ആനിമേഷൻ പടമൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന, എന്നാലും ചെയ്യാമെന്ന് തോന്നി. കഥ എന്താന്ന് വെച്ചാൽ ഒരു വലിയ കാട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടാകുകയാണ്. അതും കൂടാതെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടറായ ഐവിയുടെയും ഓലിയുടെയും ബോഡി തമ്മിൽ സ്വാപ്പായി പോവുകയാണ്. അവർ ഈ ബോഡിയിലേക്ക് തിരിച്ചു വരുമോ, ആ കാടിനെ ഇവർ രക്ഷിക്കുമോ എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ കഥ. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തോളൂ. നമുക്കെന്നാ ഈ കഥയിലേക്ക് പോകാം. ഒരില നടന്നു പോകുന്ന കണ്ടില്ലേ? പക്ഷെ അതൊരു ഇല നടന്നു പോകുന്നതല്ല, അതിനടിയിൽ നമ്മുടെ നായകനുണ്ട്. പൂക്കു ഇനത്തിൽപ്പെട്ട അവന്റെ പേര് ഓലി എന്നാണ്. എന്താണ് അവനിങ്ങനെ നടക്കുന്നതെന്നല്ലേ? ജാവിന് ഇനത്തിൽപ്പെട്ട പക്ഷികളെല്ലാം കഴിച്ചിട്ടിടുന്ന പിപ്പിൾസ് പട്ടാണികൾ പറക്കാൻ വേണ്ടി വന്നാണ് അവൻ. അവർ കഴിക്കുന്നതിൽ നിന്ന് ചാടിപ്പോകുന്നതും അവർ കാണാതെ കിടക്കുന്നതുമായ പട്ടാണികൾ കഴിച്ചാണ് പൂക്കു ജീവിക്കുന്നത്. ഇവൻ ഈ പട്ടാണി പറക്കിക്കൊണ്ട് പോകുന്ന കണ്ട് ഒരു പക്ഷി ഇവന്റെ നേരെ വരും. അത് ജാവൻ പക്ഷിയാണ്. ജാവൻ ഇവനെ പേടിപ്പിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ പട്ടാണി പറക്കാൻ നടക്കുന്നതിനും ഈ ജാവൻ ഇവനെ ഓടിക്കുന്നതിനും ഒക്കെ ഒരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുഞ്ഞായിരുന്നപ്പോ അവൻ എല്ലാത്തിനോടും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. മാത്രമല്ല ആള് ഭയങ്കര സ്മാർട്ടാണ്, മനസ്സിൽ നന്മയുള്ളവനുമാണ്. അങ്ങനെ പുള്ളി ഒരു നദിക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ കയ്യിലുള്ള പാത്രം ആ നദിയിൽ വീണുപോകും. അതിന്റെ അടിഭാഗം ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തിട്ട് നോക്കി കഴിയുമ്പോൾ കുറെ കാഴ്ചകൾ അവന് കാണാം. കൗതുകം തോന്നിയ അവൻ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കും. എന്നാൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പൂക്കുവിന് സാധിക്കില്ല. അതുകൊണ്ട് ഓലി എന്ന് പറഞ്ഞവന്റെ പേരാകട്ടോ. അപ്പൊ ഓലി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിലുള്ള ആ പാത്രം വെച്ച് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. തണ്ടിനധികം നീളമില്ലാത്തതുകൊണ്ട് അത് മുങ്ങിപ്പോവുക. പുള്ളി അതിന്റെ നീളം കൂട്ടി നോക്കും, എന്നിട്ടും രക്ഷയില്ല. അങ്ങനെ പുള്ളി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരില ഒഴുകി പോകുന്ന കാണുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഒരു ഐഡിയ തോന്നിയ ഓലി പിന്നീട് ആ തണ്ടിന്റെ മുകൾ ഭാഗം പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ തണ്ട് സെറ്റപ്പ് ചെയ്യും. അങ്ങനെ പുള്ളി ഇതിന്റെ ഉള്ളിൽ കൂടെ മുങ്ങി നടന്ന് കാഴ്ചകൾ കാണുകയാണ്. പുള്ളി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ കാഴ്ചകൾ. അങ്ങനെ പുള്ളി അതിലെല്ലാം വണ്ടറടിച്ച് നടക്കുകയാണ്. അവസാനം ഒരു വലിയ മീനിനെ കാണും. ഇവന് പണ്ടേ കൗതുകം ലേശം കൂടുതലാണല്ലോ. അവനൊരു ഇലയൊക്കെ പറിച്ച് ആ മീനിന് കൊടുക്കും. മീൻ ആ ഇലയും കഴിച്ചിട്ട് തിരികെ വന്ന് അവനെയും കൂടെ വിഴുങ്ങാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അച്ഛൻ വന്ന് അവനെ രക്ഷിക്കും. അച്ഛൻ അവനോട് നീ എന്താടാ ഈ കാണിച്ചതെന്ന് ചോദിക്കുമ്പോ പുള്ളി വളരെ കൂളായിട്ട് ചോദിക്കുക, എന്നാ അച്ഛാ വന്നേ, അച്ഛന് വെള്ളം വേണോ എന്നും പറഞ്ഞ് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ആ ബക്കറ്റിൽ നിന്ന് അച്ഛന് വെള്ളം കൊടുക്കാൻ തുടങ്ങും. അച്ഛൻ അവിടെ വെച്ചൊന്നും പറയാതെ അവനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെ ഉപദേശിക്കുകയാണ്. നീ ഇവിടെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അല്ലാതെ, അതായത് ആ ജീവികളെ അല്ലാതെ വേറൊരു ജീവികളോടും കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് അപകടമാണ്. ഈ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷെ അവനിതൊന്നും വിഷയമല്ല. അവൻ പറയുന്നത്, ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. എന്തൊക്കെയാ കണ്ടേന്നറിയാവോ? കണ്ണുള്ള ഇലകളെയൊക്കെ ഞാൻ കണ്ടു. അപ്പൊ അച്ഛൻ വീണ്ടും പറയും, നീ ഇത് കാണുന്നതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഈ ഭാഗം വിട്ട് നീ പുറത്തേക്ക് എവിടെയും പോകാൻ പാടില്ല. ഇവൻ എന്ത് പറഞ്ഞിട്ടും അടുക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അച്ഛൻ പറയും, അങ്ങനെയാണെങ്കിൽ ഇവനോട് ആ കഥ പറയുന്നതായിരിക്കും നല്ലത്. ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഇവൻ എങ്ങോട്ടും പോകത്തില്ല. അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ഓലിയാണെ കഥ കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അമ്മ പറയും, ആ വലിയ കഥ ഇവനടുത്ത് പറയണോ? പാവം കൊച്ച, ഇവൻ പേടിക്കും. അപ്പൊ മുത്തശ്ശി പറയും, ഇവൻ ആ കഥ അറിഞ്ഞേ പറ്റൂ, കാരണം നാളെ ഇവൻ ഇവിടെയും ജീവിക്കേണ്ടതല്ലേ. അങ്ങനെ ആ മുത്തശ്ശി ആ പഴയ കഥ പറയുകയാണ്. ആ വലിയ കാട്ടിൽ നടന്നൊരു സംഭവം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടിൽ ജീവികളെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. തങ്ങളുടെ ഭക്ഷണങ്ങളും മറ്റും പരസ്പരം ഷെയർ ചെയ്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവരെയെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ ചെന്നായാണ്. ഈ ചെന്നായുടെ തൊല്ല താങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് ഡിസോ എന്ന് പറയുന്ന ഒരു വലിയ ഭീകരജീവി അങ്ങോട്ട് വരുന്നത്. ഭീകരജീവി എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപത്തിൽ മാത്രമേ ഭീകരതയുള്ളൂ. സഞ്ചരിക്കുന്ന പഴത്തോട്ടം എന്നാണ് ഈ കാട്ടിലുണ്ടായിരുന്ന ജീവികളെല്ലാം അവയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പഴത്തോട്ടങ്ങളുള്ള വലിയ പർവ്വതങ്ങൾ നടന്നു വരുന്ന പോലെ ഉണ്ടാകും അവയെ കണ്ട. അത് മാത്രമല്ല പ്രത്യേകത, അവയുടെ കാലിനടിയിൽ ഒരു അത്ഭുത മൊട്ടുണ്ട്. ആ മൊട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു ജീവിക്ക് മറ്റൊരു ജീവിയായിട്ട് മാറാൻ പറ്റും. കടുവയ്ക്ക് കുതിരയാകാം, മാനിന് പാമ്പാകാം, അങ്ങനെ പലതും. അതുകൊണ്ട് എല്ലാ ജീവികൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരുടെ പ്രശ്നങ്ങളും ജീവിത രീതികളും എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അവരാരാണെന്ന് അവര് പരസ്പരം തിരിച്ചറിഞ്ഞു. നമ്മുടെ മനുഷ്യർക്കും ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ജാതി മാറാനും പാർട്ടി പിന്നെ മാറാം, മതം മാറാനും ഒക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനം മാറാനൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ജീവിച്ച് പഠിക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും പരസ്പരമുള്ള വിരോധങ്ങളും ഒക്കെ മാറിയേനെ അല്ലെ? എന്തായാലും ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. കുറെ നാളത്തേക്ക് ഈ ചെന്നായുടെ ശല്യമില്ലായിരുന്നു. എന്നാൽ ഈ ഡിസോ വന്നതോടുകൂടി മൃഗങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്തപ്പോ ചെന്നായോടുള്ള പേടി മാറി. ഇതൊട്ടും സഹിക്കാതെ വന്ന ആ ചെന്നായ ആ ഡിസോയുടെ മൊട്ട് മോഷ്ടിച്ച് ഒരു ക്രൂരൻ മൃഗമായിട്ട് മാറി. ഒരു സൈക്കോ ഫയർഫോക്സ്. ഇതിന് കാരണക്കാരായിട്ട് നിന്നിരുന്ന ഡിസോയെല്ലാം അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇനി ആരും രൂപം മാറാതിരിക്കാൻ വേണ്ടി ആ അത്ഭുത മൊട്ടുകൾ അവൻ നശിപ്പിച്ചു കളഞ്ഞു. 4 ഡിസോക്കളെ കൊന്നു. ബാക്കിയുള്ളതിനെല്ലാം നാടുകടത്തി. ആ ചെന്നായ അവന്റെ ശക്തി ഉപയോഗിച്ച് ഒരു വലിയ പാറ പൊട്ടിച്ച് അതുമൂലം ഉരുൾപൊട്ടലുണ്ടാക്കി അവിടെ ഒരു വലിയ അണക്കെട്ട് തീർത്തു ആ മലകൾക്കിടയിൽ. ബാക്കി ഉണ്ടായിരുന്ന ഡിസോവിനെയെല്ലാം അവിടെ നിന്ന് നാടുകടത്തുകയും ചെയ്തു. വീണ്ടും ചെന്നായുടെ കീഴിലായി ആ കാടിന്റെ ഭരണം. അവൻ മൃഗങ്ങളെയെല്ലാം വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ മൃഗങ്ങൾക്ക് തമ്മിൽ സ്നേഹമില്ലാതെയായി.
ഇല്ലാതായി. അവർക്ക് തമ്മിൽ വിശ്വാസമില്ലാതായി. അവർ ഓരോ ഇനവും സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഈ പൂക്ക് എന്ന വർഗവും തനിച്ചൊരു സ്ഥലത്ത് ജീവിക്കുന്നത്. മുത്തശ്ശി കഥ പറഞ്ഞു തീർത്തു കഴിഞ്ഞപ്പോ അപ്പം വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ കഥ ഇഷ്ടപ്പെട്ടോ? പക്ഷെ അവന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആ കൊള്ളാം, ഇത്രേ ഉള്ളോ? ആ ചെന്നായ വന്നിട്ട് ഒരു മൃഗത്തിനെ പിടിച്ച് അതിന്റെ തോലൊക്കെ പൊളിച്ച് അതിന്റെ കുടലും പണ്ടമൊക്കെ വെളിയിലെടുത്ത് അതിനെ കഴിച്ചാ എങ്ങനെ ഉണ്ടാകും? രക്തമൊക്കെ ഇങ്ങനെ ചെതറണ്ടേ, എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ എന്നാണ് ഓലി പറയുന്നത്. ഇത് കേട്ടിട്ട് അച്ഛൻ പറയും, നിന്റെ മോൻ തന്നെ, ഒരു മാറ്റവും ഇല്ല അവന്. അങ്ങനെ പിറ്റേ ദിവസം അവരൊരു ഉത്സവത്തിന് പോവുകയാണ്. അവരുടെ നാട്ടിൽ പിപ്ലറ്റ് പട്ടാണികൾ ശേഖരിക്കുന്നതിന്റെ ഒരു വലിയ ഉത്സവം. അവര് ആ പട്ടാണികളെല്ലാം ശേഖരിച്ച് അത് വെച്ചിട്ടാണ് അവര് മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. ഇതൊക്കെ അവരുടെ സ്വന്തമായിരുന്നു. ഈ പൂക്കു മാത്രമാണ് ഇത് കഴിച്ചിരുന്നത്. അവിടെ പല മത്സരങ്ങളും കായിക അഭ്യാസങ്ങളും ഒക്കെ അരങ്ങേറുന്നുണ്ട്. ഈ സമയത്ത് ഓലി നോക്കുമ്പോ ഒരു ജാവൻ പറന്നുപോയി കാട്ടിൽ വീഴുന്നത് കാണും. ജാവൻ എന്ന് പറഞ്ഞ ഒരു പക്ഷി. ഓലിക്ക് പണ്ടേ ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ, കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അവൻ പമ്മി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ കിളിയെ കാണാനില്ല. കാരണം അവിടെ നിൽക്കുന്ന ചെടികളും ഈ കിളിക്കും ഒക്കെ ഒരേ കളറ്. പക്ഷെ ഈ പൂക്കൂന് ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ മൂക്ക് വെച്ച് അവന് ജീവികളെ കണ്ടെത്താൻ പറ്റും ഏത് സാഹചര്യത്തിലും. അവന്റെ കണ്ണുകളൊക്കെ അടച്ച് അവൻ മൂക്കൊണ്ട് ഇങ്ങനെ മണം പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോ അവനത് കണ്ണുപോലെ കാണാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ. അതിനിടയിൽ ആ കിളി ഒളിച്ചിരിക്കുന്നവൻ കണ്ടു. അവൻ പതിയെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ കിളി പുറകോട്ട് പോവുകയാണ്. അപ്പൊ ഓലി മുന്നോട്ട് ചെന്ന് പതിയെ ആ പട്ടാണി പൊളിച്ച് അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കും. ഇത് കഴിക്കാനുള്ളതാണ്, നീ വേണേ കഴിച്ചോളാൻ ആ പക്ഷിയോട് ആംഗ്യം കാണിക്കും. അപ്പൊ ആ സുന്ദരിയായ ആ പക്ഷിക്കുഞ്ഞു വന്ന് അത് കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, ബാക്കിയും കഴിക്കും. ഇവൻ കഴിച്ചതിന്റെ ബാക്കി അവൻ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ചെടിയിൽ പോയി 2 എണ്ണം പറിച്ചുകൊണ്ട് വരും. അതും ഇവര് പൊളിച്ച് കഴിക്കും. വീണ്ടും 2 എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അതെങ്ങനെയാണ് പൊളിച്ച് കഴിക്കേണ്ടതെന്ന് ഈ കിളി ചോദിക്കുമ്പോൾ അവൻ അത് പഠിപ്പിച്ചു കൊടുക്കും. അവൾ അത് പൊളിച്ചു. പട്ടാണി വെളിയിലേക്ക് വന്നപ്പോ അവൾ ആകെ ഞെട്ടിപ്പോയി. അവൾ വീണ്ടും അത് കഴിച്ചു നോക്കി. അവൾക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഓലിനെ അന്വേഷിച്ച് ഓലിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. പുള്ളി മണമൊക്കെ പിടിച്ചാ വരുന്നേ. മോനെ, നിന്റെ മണം ഇവിടെ എവിടെ ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ എന്തെടുക്കുവാന്ന് ചോദിച്ചു വരുമ്പോ ഈ കിളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നീ ജാവന്റെ അടുത്ത് നിൽക്കുകയാണോ, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഓലി പറയും, പേടിക്കണ്ട അച്ഛാ, ഇവർ ഉപദ്രവിക്കൊന്നുമില്ല, ഒരു പാവം കിളിയാ, ഞാൻ ഇവക്ക് എങ്ങനെയാണ് ഈ പട്ടാണി പൊളിച്ച് കഴിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അച്ഛൻ പറയും, ചതിച്ചല്ലോ മോനെ, നീ എന്താ ഈ ചെയ്തത്? അപ്പത്തേക്ക് ആ കുഞ്ഞു കിളി അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. നോക്കുമ്പോ വലിയ തള്ളക്കിളികൾ പറന്നു വരികയാണ്. വന്നു കഴിയുമ്പോ ആ കുഞ്ഞുകിളി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ അവരും ആ പട്ടാണി കഴിച്ചു നോക്കിയപ്പോ സംഗതി കൊള്ളാം. ഇതോടുകൂടി ആ പക്ഷികൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. മിനിറ്റുകൾക്കകം ഈ പൂക്കുവിന്റെ പ്രദേശം മുഴുവൻ ഈ പക്ഷികളെ കൊണ്ട് നിറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആ ചെടികളിൽ നിന്നെല്ലാം ഈ പട്ടാണി ആ കിളികൾ തന്നെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കിളികൾ ഈ പട്ടാണിയുടെ തോട്ടം മുഴുവൻ കൈക്കലാക്കിയത്. ഇപ്പോൾ ഈ പൂക്കുവർഗത്തിൽപ്പെട്ട ജീവിക്ക് കഴിക്കാൻ വേണ്ടി ഒരു പട്ടാണി പോലും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മുടെ മച്ചാൻ ഒരു ഇലയൊക്കെ പിടിച്ച് പതിയെ പമ്മി ഈ പട്ടാണി വെറുക്കാൻ പോയത്. വീണ്ടും കഥ പ്രസന്റിലേക്ക് വരുമ്പോ ആ കിളി ഇവനെ ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് ഇവൻ മറിഞ്ഞടിച്ച് വീഴും. ആ കിളി എന്തോ കണ്ട് പേടിച്ച് പറന്നു പോവുകയും ചെയ്യും. ഇവൻ ആ പട്ടാണിയും കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ പൂക്കുവിന്റെ കുടുംബയോഗമാണ്. അവിടെ പൂക്കുകളെല്ലാം കൂടിയിരുന്ന് അച്ഛൻ പറയുകയാണ്, ആ ജാവിൻ കിളികളെല്ലാം വന്ന് തിന്ന് മുടിപ്പിക്കുകയാണ്. നമുക്ക് പട്ടാണികൾ കിട്ടാനേ ഇല്ല. ഈ കണക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. അവരെല്ലാം ആകെ വിഷമത്തിലാണ്. അവരെല്ലാം പോയി കഴിയുമ്പോ ഓലി പറയും, അച്ഛാ, എനിക്ക് കുറച്ച് പട്ടാണി കിട്ടി, ഞാൻ ഇല വെച്ച് മറച്ചുകൊണ്ടാ പോയത്, അതുകൊണ്ടാ എടുക്കാൻ കഴിഞ്ഞത് എന്നും പറഞ്ഞ അച്ഛന് കൊടുക്കാൻ നേരത്ത് അച്ഛൻ അവന്റെ മുഖത്ത് പോലും നോക്കാതെ സങ്കടപ്പെട്ട് കയറി പോവുകയാണ്. പണ്ട് നടന്ന ആ സംഭവത്തിന് ശേഷം അച്ഛൻ അവനോട് മിണ്ടാറ് പോലുമില്ല. അവൻ ആകെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. താനാ കുഞ്ഞുകിളിക്ക് ഈ പട്ടാണി പൊട്ടിച്ചെങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഏറ്റവും പ്രശ്നമായത്. ഇതെല്ലാം സംഭവിക്കുന്നവൻ ഓർത്തതുകൂടിയില്ല. എനിക്ക് കൗതുകവും കൂടുതലാണ്, അനുകമ്പയും കൂടുതലാണ്, എല്ലാം തെറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവന്റെ കയ്യിൽ നിന്ന് ബക്കറ്റ് എറിഞ്ഞങ്ങ് പൊട്ടിക്കും. പെട്ടെന്ന് ആ ബക്കറ്റിൽ നിന്ന് എന്തോ ഒരു തിളക്കം വരുന്ന കാണാം. ഇവൻ നോക്കുമ്പോ ആ ബക്കറ്റിന്റെ അടിഭാഗം ഗ്ലാസ് പോലെയല്ലേ, ആ ഭാഗം മിന്നുകയാണ്. അപ്പൊ അവൻ ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാകും, ആ പക്ഷി ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ അത് സ്വയം പേടിച്ച് തിരിഞ്ഞോടിയതിന് കാരണം ഈ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ലാലേട്ടൻ പറയുന്ന പോലെ, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പീസുകളെല്ലാം ശേഖരിച്ച് അതെല്ലാം പുറത്തൊരു ബാഗ് പോലെയാക്കി തൂക്കിയിട്ട് പിറ്റേ ദിവസം ചെല്ലുകയാണ്. അവൻ ആ കണ്ണാടി വെച്ച് വെട്ടടിച്ചു കഴിഞ്ഞപ്പോ കിളികളെല്ലാം പറന്നുപോയി. അപ്പൊ അവന് കൂടുതൽ സന്തോഷമായി. ഇതിനെല്ലാം തുരത്താൻ വേണ്ടി അവനൊരു മാർഗം കണ്ടുപിടിച്ചു. അങ്ങനെ അവനിപ്പോ ആകെ സന്തോഷം നിൽക്കുകയാണ്. അപ്പോഴാണ് അവനെ ആദ്യം ഓടിച്ച ആ കിളി വീണ്ടും പറന്നു വരുന്നത്. ഇവൻ അന്നേരം നല്ല ധൈര്യശാലിയായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവന്റെ കയ്യിൽ കണ്ണാടി ഉണ്ടല്ലോ, നീ വാ ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അവൻ നിൽക്കുകയാണ്. പക്ഷെ കിളി വന്ന സ്പീഡ് ഇച്ചിരി കൂടിപ്പോയി. അതിന്റെ കൂടെ ഇവൻ ആ കണ്ണാടിയും കൂടെ അടിക്കുകയും കൂടെ ചെയ്തപ്പോ കിളിയുടെ നിയന്ത്രണം വിട്ട് ഇവനെയും കൊണ്ട് തെന്നി അങ്ങ് പോയി. അങ്ങനെ പോണ വഴിക്ക് ഇവൻ ഉരുണ്ട് ചെന്ന് ഒരു വലിയ കുഴിയിലേക്കും വീണു. കിളി പറന്നു പോവുകയും ചെയ്തു. ഇവൻ ചെന്ന് വീട് കിടക്കുന്ന ഒരു വലിയ കൊക്കയിലാണ്. അതിന്റെ താഴത്തേക്ക് ഇവൻ നോക്കുമ്പോ അവിടെ ഈ ജ്വലിക്കുന്ന ആ മുട്ടുണ്ട്. അപ്പൊ അവൻ ചിന്തിക്കും, ശരിയാണ്, മുത്തശ്ശി പറഞ്ഞ ശരിയാ, ഇതാണ് ഈ ജ്വലിക്കുന്ന മുട്ട്. എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് മേളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുമ്പോ അവൻ പിടിച്ചിരുന്ന ആ വള്ളി പൊട്ടി അവൻ നേരെ വന്ന് ഈ ജ്വലിക്കുന്ന മുട്ടിന്റെ മേളിലേക്ക് വീഴും. പിന്നെ കാണിക്കുന്നത് ഓലിയുടെ അച്ഛനും അമ്മയും സ്വന്തക്കാരും ഒക്കെ ഇവനെ തിരക്കി നടക്കാണ്. ഓലി, നീ എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ വരുമ്പോ
വരുമ്പോ ഈ കുഴിക്കകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കാം. അമ്മ ഞാനിവിടെ ഉണ്ട്. അപ്പത്തേക്ക് അമ്മ ചോദിക്കുക, നീ അവിടെ എന്നെ അടുക്കുവാ, നീ കുഴിക്കകത്ത് ചാടിയോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അവൻ പറയാണ്, എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, പക്ഷെ എന്റെ മേലൊക്കെ എന്തോ പോലെ ഇരിക്കുന്നമ്മ, ഞാൻ മേളിലേക്ക് വരാന്നും പറഞ്ഞ് അവൻ മേളിലേക്ക് കയറി വന്ന് അവനെ കണ്ടതോടുകൂടി അവന്റെ കൂടെ ഉണ്ടായിരുന്ന പൂക്കു എല്ലാം പേടിച്ചോടി. അതായത് അവന്റെ അമ്മയടക്കം ഓടി. കാരണം ഇവന്റെ മേലിപ്പോ പൂക്കുവിനെ പോലെയല്ല, പക്ഷിയെ പോലെയാണ് ഇരിക്കുന്നത്. അവര് ജാവൻ എന്നും പറഞ്ഞിട്ടാണ് ഓടുന്നത്. അപ്പൊ അവൻ പറയും, ഞാൻ ജാവനല്ല, ഞാൻ ഓലിയാണ്, എന്നെ രക്ഷിക്കുക അമ്മ എന്ന് പറയും. അമ്മ ഈ സൗണ്ട് കേട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പൊ കൂടെയുള്ള ഒരുത്തൻ പറയും, ഇത് ശരിക്കും ഓലിയുടെ സൗണ്ട് തന്നെയാ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം സംഭവിച്ചത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ജാവിൻ നമ്മുടെ ഓലിനെ കഴിച്ചെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണ് അവന്റെ വായിന്ന് ഇങ്ങനെ ഒച്ച കേൾക്കുന്നത്. ഇത് കേട്ടതോടുകൂടി ആൾക്കാർക്കെല്ലാം ഇവനോട് ദേഷ്യമായി, അതായത് ഈ ജാവിനോട്. ഇവരെല്ലാം കല്ലൊക്കെ പിറക്കി ഇവനെ എറിയാൻ തുടങ്ങി. അങ്ങനെ ഏറും കൊണ്ട് ഓടി അവൻ ഒരു കൊക്കയിൽ നിന്ന് നേരെ താഴത്തോട്ട് വീഴും. പിന്നെ അവൻ പതിയെ കണ്ണു തുറക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന 3 കിളികൾ, അതായത് ഈ ജാവിൻ. അവര് പറയും, ഞാനാണ് നിന്നെ രക്ഷിച്ചേ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അവൻ പറയും, നിങ്ങൾ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ, നിങ്ങൾ ദൂരെ പോകും എന്നൊക്കെ പറഞ്ഞ് അവൻ കമ്പൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവൻ എന്തായി ചെയ്യുന്നതെന്ന്. അവര് ഇവനെ പരിചയപ്പെടുകയാണ്. ആ വലിയ കിളിയാണ് ഐവി, മറ്റേത് ഒന്ന് വയലറ്റും മറ്റൊന്ന് ലില്ലിയും. ഇതിൽ മെലിഞ്ഞതാണ് വയലറ്റ്. ഇങ്ങനെ പരിചയപ്പെടുത്തിയത് ഈ വയലറ്റും ലില്ലിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഐവിയോട് പറയും, ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തിക്കൊള്ളാം, ചേച്ചി എന്തിനാ എല്ലാത്തിലും കയറി ഇടപെടുന്നത്. പക്ഷെ ഐവി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓലിയോട് പറയാണ്, ഞാനാണ് നിന്നെ രക്ഷിച്ചോണ്ട് വന്നത്. പക്ഷെ അതിലും ഈ പെമ്പിള്ളേര് തർക്കിക്കുകയാണ്, നീ തന്നെയാണ് രക്ഷിച്ചോണ്ട് വന്നത്, ഞങ്ങളും കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം ഐവി പറയും, ആ ശരിയാണ്, ഞങ്ങളെല്ലാം കൂടെ കൂടിയാണ് നിന്നെ രക്ഷിച്ചോണ്ട് വന്നത്, പക്ഷെ ഞാനാണ് മെയിൻ ആയിട്ട് നിന്നെ രക്ഷിച്ചോണ്ട് വന്നത്. ഇപ്പൊ നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കും. നിനക്ക് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറന്ന് ജാവിൻ പാറയ്ക്ക് പോകാം, അവിടെ നിനക്ക് നല്ല ചികിത്സ കിട്ടും. ഇത് കേട്ടിട്ട് ഒലി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ജാവിൻ പാറയ്ക്ക് പോകാനോ? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അവിടെയല്ലേ നിന്റെ വീട്. ഞാൻ അങ്ങോട്ടേക്കൊന്നുമില്ല, അതെന്റെ വീടുമല്ല. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോഴാണ് അവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നത്. നീ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ ഈ വൃത്തികെട്ട ജാവന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നീ പറയുന്നതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിപ്പോ ജാവനല്ലേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക് എന്നും പറഞ്ഞ് അവൻ അവന്റെ പപ്പെല്ലാം കടിച്ചു പറിക്കാൻ നോക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഐവി ആൻഡ് ടീമിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവൻ എന്താ ഈ ചെയ്യുന്നത്? അവരോർത്തിരിക്കുന്നത് അവരുടെ കൂടെയുള്ള ജാവിൻ കിളി തന്നെയാണ് ഒലി എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ സ്വാപ്പായ കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെന്നായുടെ സൗണ്ട് കേൾക്കാം. അപ്പൊ ഐവി പറയും, നമുക്ക് പറക്കാൻ നേരമായി, പെട്ടെന്ന് ഇവിടുന്ന് പറന്നേ പറ്റത്തുള്ളൂ, നീ വരാൻ പറയും. ഓലി പറയും, ഞാൻ ആ ജാവിൻ പാറയ്ക്കൊന്നുമില്ല, എന്നെ കൊണ്ട് പറക്കാനും പറ്റത്തില്ല, പക്ഷെ ഇനി സമയം ഒട്ടുമില്ല. അതുകൊണ്ട് അവിടെ കിടന്ന ഒരു ചാണകത്തിന്റെ ഉരുളയെടുത്ത് അത് 3 പേരും കൂടെ കുഴച്ചിട്ട് അതിന്റെ അകത്ത് ഓലിനെ മുക്കിയെടുക്കും. അങ്ങനെ ഇപ്പൊ അവൻ ചാണകത്തിൽ പൊതിഞ്ഞ ഒരു സുന്ദരനായിട്ടുണ്ട്. ഐവി അവനൊരു ചെടികൾക്കിടയിലേക്ക് കൊണ്ടിട്ടിട്ട് പറയും, ചാണകക്കുട്ടി ഇവിടെ സുന്ദരനായിട്ട് കിടന്നോ, ഇനിയെങ്കിലും നീ എന്നെ വിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പറന്നു പോകും. കുറെ കഴിയുമ്പോഴത്തേക്കും ആ ചെന്നായി അങ്ങോട്ട് വരും. അവൻ വന്ന് അവിടെയെല്ലാം മണം പിടിച്ച് നോക്കി കഴിയുമ്പോൾ ജീവികളുടെ ഒന്നും സ്മെല്ലില്ല. ഇവന്റെ മേത്തി ചാണകം ഉള്ളത് കൊണ്ട് ആ സ്മെല്ല് അവന് കിട്ടാതെ ആ ചെന്നായി അവിടുന്ന് പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓലി വന്നിട്ട് തോട്ടില് അവന്റെ മേലെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഒരു മീൻ അങ്ങോട്ട് വരുന്നത്. ഇവൻ ആകെ പേടിച്ചു പോകും. ആ മീനിന്റെ പേര് ബൂഗിൾ എന്നാണ്. അങ്ങനെ ഓലിയും ബൂഗിൾ മീനും തമ്മിൽ പരിചയപ്പെടും. ബൂഗിൾ മീനോട് അവൻ നടന്ന കാര്യങ്ങളെല്ലാം അറിയും. അപ്പൊ ബൂഗിൾ പറയും, ഒരു വലിയ മരത്തിന്റെ ചുവട്ടില് ആ അത്ഭുതമൊട്ടുണ്ട്, അതിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നീ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് വീണ്ടും പഴയ പോലെ ആകാൻ പറ്റും എന്ന് ബൂഗിൾ പറയും. അങ്ങനെ ബൂഗിളിന്റെ വാക്കും കേട്ട് ഒലി ആ മുട്ട് തേടി പോവുകയാണ്. അപ്പത്തേക്കും പുറകെ ഐവിയും വരുന്നുണ്ട്. ഐവി ഇവനെ ജാവിൻ പാറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഐവിയുടെ വിചാരം ഇവനെ രക്ഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവന്റെ തലയ്ക്ക് അടി കിട്ടി ഇവന്റെ ബോധം പോയതുകൊണ്ട് ഇവനിങ്ങനെ പറയുന്നതാണ്. ഓലി പൂക്കുക എന്നുള്ള കാര്യം എത്ര പറഞ്ഞിട്ടും ഐവി വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓലി ആ മുട്ടെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഐവി പറഞ്ഞു തന്നിട്ട് ചോദിക്കും, ഈ മുട്ട് കിട്ടിയ നീ ജാവിൻ പാറയ്ക്ക് വരുമോ? ആലി പറയും, ഞാൻ തീർച്ചയായിട്ടും വരും, കാരണം അവനെ എങ്ങനെയെങ്കിലും ആ മുട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഐവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പോ നീ ഈ മൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നീ പൂക്കുവായിട്ട് മാറും അല്ലേ എന്ന് പറഞ്ഞ ആ മൊട്ടി തൊട്ടതും ഇവള് പൂക്കുവായിട്ട് മാറി. ഓലി പറഞ്ഞ്, നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു, ഇനി ഞാൻ എങ്ങനെ പൂക്കുവായിട്ട് മാറും, നീ എല്ലാം മുടിപ്പിച്ചല്ലോ എന്ന് പറയും. ഇപ്പോഴും ഐവി വിശ്വസിച്ചിട്ടില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്നേരമാണ് അവളുടെ മൂക്കിന് ഒരു പ്രത്യേക മണമുള്ള പോലെ തോന്നുന്നത്. എന്താണ് ഇത്രയും നാറ്റം അടിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ? അപ്പൊ നോക്കുമ്പോ അവളുടെ ചിറകില്ല, നോക്കുമ്പോ കാലുകളും വേറെ രീതിയിൽ. എനിക്ക് എന്താ പറ്റിയേ? സത്യം പറ, നീ എന്നെ എന്താ ചെയ്തേ? സത്യം പറഞ്ഞു, നീ എന്നെ എന്തോ ചെയ്തു. അവൻ പറയും, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് ആ മൊട്ടിൽ പോയി തൊടരുതെന്ന്, നീ എന്തിനാ തൊട്ടത്? അവള് പറയും, നീ പറയേണ്ട രീതിയിൽ എന്നോട് പറഞ്ഞില്ല, പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തൊടില്ലായിരുന്നു. ഒലി പറയും, ഞാൻ പറഞ്ഞതാണ്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും തർക്കിച്ചോണ്ട് വരികയാണ്. അന്നേരം ബൂഗിൾ അതിൽ പോകുന്ന കാണും. ഉടനെ അവൻ ഓടിച്ചെന്ന് ബൂഗിളിനോട് ചോദിക്കുകയാണ്, ആ മൊട്ട് ഈ പ്രാന്തി ജാവിൻ തൊട്ടു, അതോടുകൂടി ഈ കോലത്തിലായി അവൾ, ഇനി വേറെ എവിടെയെങ്കിലും മൊട്ടുണ്ടോ? ഇവളോട് പറയണ്ട, എന്നോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഇവര് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൂഗിൾ പറയും, അങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, നിങ്ങൾക്ക് 2 പേർക്കുമുള്ള ജ്വലിക്കുന്ന മൊട്ടുള്ള സ്ഥലം എനിക്കറിയാം, ഞാനത് പറഞ്ഞു തരാന്ന് പറയും. അങ്ങനെ ബൂഗിള് ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഈ ജ്വലിക്കുന്ന മൊട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ജ്വലിക്കുന്ന മുട്ട് തേടി പോവാണ്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര
ഭയങ്കര രസമാണ്. ഇവൻ പക്ഷിയായെങ്കിലും ഇവന് പറക്കാൻ അറിയത്തില്ലല്ലോ. ഇവൻ മലയൊക്കെ ചിറകും കാലൊക്കെ വെച്ച് വലിഞ്ഞു കയറിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കാറ്റടിക്കുമ്പോൾ പുള്ളി പറന്നുപോയി മലകളിലൊക്കെ പോയി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അങ്ങനെയൊക്കെ പോയി ഒരു തരത്തിൽ വീണ്ടും ആ കുന്നെല്ലാം വലിഞ്ഞു കയറിയിട്ടാണ് ഇവൻ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഈ ചെന്നായയുടെ ഓരിയിടൽ കേൾക്കും. അപ്പത്തേക്ക് ഐവി പറയും, ബാ നമുക്ക് പെട്ടെന്ന് ഓടി ഒളിക്കാന്ന് പറയും. ഒലി പറയും, നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ചാണകം എടുത്ത് എന്റെ മേത്തേക്ക് തേക്ക്, ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം, എന്നെ കൊണ്ട് ഓടാനൊന്നും പറ്റില്ല എന്ന് പറയും. ഐവി പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല, വേറെ ഒരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടി ഒരു കാട്ടിൽ പോയി ഒളിക്കും. പക്ഷെ ആ കാട്ടിൽ ഇവർ ഒളിച്ചതിന്റെ പുറകില് ഈ ചെന്നായ ഉണ്ടായിരുന്നു. ഈ ചെന്നായയുടെ മുകൾ വശമല്ല ഈ പൂക്കൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്കത് മനസ്സിലാകാത്തതാണ്. അപ്പോഴത്തേക്കും ചെന്നായ ഇവരെ നേരെ ചാടുമ്പോഴത്തേക്ക് ഇവർ ഓടും. ഇവരോടി ഓടി ഒരു വലിയ ഗുഹയ്ക്കകത്ത് കയറും. ഗുഹയുടെ അടുത്ത് വരെ വന്ന ചെന്നായ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നില്ല. അപ്പൊ ഓലി ചോദിക്കാൻ എന്താണ് കാരണം, നമ്മളെ ഇത്ര നേരം ഓടിച്ചോണ്ട് വന്ന ചെന്നായ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നില്ലല്ലോ. ഐവി പറയും, ഒരുപക്ഷെ നമ്മളെ പേടിച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ എന്തോ വലിയ നാറ്റം അടിക്കുന്നുണ്ട്, ഒരുപക്ഷെ ആ നാറ്റം കേട്ടിട്ടായിരിക്കും. നാറ്റോ? എന്ത് നാറ്റം? സംശയം തോന്നിയ ഒലി ഒരു കല്ലെടുത്ത് അകത്തേക്ക് എറിഞ്ഞു നോക്കും. അപ്പോ ആണ്ടേ പാമ്പുകളാണ് മുഴുവൻ, വേർപാമ്പുകളാണ്. ഇവയെല്ലാം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതാ പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മറുവശത്ത് ഈ ചെന്നായ്ക്കൾ നിൽക്കുകയാണ്. ഇവർക്ക് ഈ പാമ്പിന്റെ മേളിൽ കൂടെ വേരി ചവിട്ടി പുറത്തേക്ക് പോയേ പറ്റത്തുള്ളൂ. ഒലി പറയും, ഈ പൂക്കൂനൊരു പ്രത്യേകതയുണ്ട്, അവന്റെ കണ്ണടച്ച് അവൻ സ്മെല്ല് പിടിച്ചു കഴിഞ്ഞാൽ പകല് പോലെ അവന് വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും, നീ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയും. അങ്ങനെ ഐവി കണ്ണൊക്കെ അടച്ച് മൂക്കുകൊണ്ട് സ്മെല്ല് ചെയ്ത് അതിലേതൊക്കെയാണ് പാമ്പെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി അതെല്ലാം കണ്ടുപിടിച്ച് ഇവക്ക് ഇതെല്ലാം ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഈ കഴിവുകളൊക്കെ കണ്ടിട്ട്. ഐവിയോട് ഇവൻ അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് ഇവൻ പേടിച്ചാണ് ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്. അങ്ങനെ അവസാനം അവർ ആ സ്റ്റെപ്പെല്ലാം കടന്നു. ചെന്നായ്ക്കൾ ഇപ്പുറം നോക്കിയിരിക്കുകയാണ്. ഇവർ രക്ഷപ്പെട്ടു എന്ന് ഓർത്ത് കഴിയുമ്പോഴാണ് ഈ ചെന്നായ്ക്കളെല്ലാം ഒരുമിച്ച് ഓരിയിടുന്നത്. അങ്ങനെ ഈ സൗണ്ട് കൊണ്ട് ഈ ഗുഹ മൊത്തം കുലുങ്ങി ആ പാമ്പുകളുടെ മേത്തേക്ക് മണ്ണും കല്ലും എല്ലാം വന്ന് വീഴും. അപ്പോഴത്തേക്കും പാമ്പുകളെല്ലാം ഉണർന്നു. നോക്കുമ്പോ ഒരു കിളിയും ഒരു എലിക്കുട്ടി ആ ശാപ്പാട് വന്നു എന്ന് പറഞ്ഞ് ഇവരെ പിടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഇവരിപ്പോ നിൽക്കുന്നത് ആ വലിയ പർവ്വതത്തിന്റെ മേളില് ആ ഗുഹയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് നിപ്പുണ്ട് മരത്തിന്റെ, ആ ചില്ലയിലാണ് നിൽക്കുന്നത്. പുറകെ പാമ്പും വരുന്നുണ്ട് ഇവരെ തിന്നാൻ വേണ്ടിയിട്ട്. ഇവർക്കിനി വേറൊരു മാർഗവും ഇല്ല. ഒലിയോട് പറക്കാൻ പറഞ്ഞാ അവന് പറക്കാനും അറിയത്തില്ല. ഒരു മാർഗ്ഗമില്ലാതെ ഐവി അവനെ തള്ളിയിട്ടിട്ട് ഐവിയും പുറകെ എടുത്ത് ചാടും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പിടിവിട്ട് ആ വലിയ ഗർത്തത്തിലേക്ക് വീഴുകയാണ്. ഇവനോട് പറക്കാൻ പറഞ്ഞിട്ട് ഒലി പറക്കുന്നുമില്ല. നീ ചിറകുകൾ വീശി പറക്ക്, അത് പറക്കാൻ വേണ്ടിയുള്ളതാണ്, നിന്നെ കൊണ്ട് പറ്റൂന്നൊക്കെ പറഞ്ഞ് ഐവി ഇവനെ മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിഭയങ്കരമായ സ്പീഡില് ഇവൻ ആ മേഘത്തിനുള്ളിലോട്ട് താഴത്തോട്ട് പതിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒലി ഒരു തരത്തിൽ പറന്നുയരുന്നുണ്ട്. അങ്ങനെ അവസാനം ഒലി പറക്കാൻ പഠിച്ചു. അങ്ങനെ ഐവിയും കൊണ്ട് ഒലി പറന്ന് അവിടുന്ന് പോവുകയാണ്. ഇവനിങ്ങനെ പറക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഇവൻ അതൊരു ഹരമായിട്ട് മാറി. ഇവൻ കുന്നിന്റെ മേളിൽ കൂടെയും ഈ മാൻകുട്ടികളുടെ ഇടയ്ക്കൂടെയൊക്കെ പറക്കുകയാണ്. അങ്ങനെ പറന്ന് ക്ഷീണിച്ചൊടുവില് ഒരു വലിയ മലയുടെ മുകളിലെത്തും. അവൻ പറയും, നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? എനിക്ക് പറക്കാൻ പറ്റുമോ? നീ ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പറക്കില്ലായിരുന്നു, വെറുതെ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ടല്ലോ. ഐവി പറയും, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ അത് കേൾക്കാത്തതാ. ഒലി വീണ്ടും അവളോട് പറയും, ഒരുപാട് നന്ദിയുണ്ട്, നീ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദി സ്നേഹവും നിന്നോടുണ്ട്. ഇത് കേൾക്കുമ്പോ ഐവി പറയും, നന്ദിയോ? എന്നോട് ഇതുവരെ ആരും നന്ദി പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മോട്ടിവേഷൻ കൊടുത്തതിനോ സഹായിച്ചതിനോ ഒന്നും പറഞ്ഞിട്ടില്ല. നീയെങ്കിലും പറഞ്ഞല്ലോ, താങ്ക്സ്. എന്നാൽ നമുക്ക് പറന്നുപോയി ആ ജ്വലിക്കുന്ന മുട്ട എവിടെയാണെന്ന് നോക്കാം. ഐവി പറയും, നമുക്കിപ്പോ പോകണ്ട, ആകെ മഞ്ഞാണ്, മാത്രമല്ല നേരവും വൈകി, ഇനി നമുക്ക് നാളെ പോകാം. അപ്പോഴേക്കും ഒലിയുടെ വയറ്റിൽ നിന്ന് ഒരു മൂളിച്ച കേൾക്കാം. ഐവി പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? കാരണം കിളികൾക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല, ദിവസം മുഴുവൻ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കണം. തൽക്കാലം ഇവിടെ ഒന്നുമില്ല, ഞാൻ നിനക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞ് ഒരു വേര് കൊണ്ടേ കൊടുക്കും. അവനത് കഴിച്ചു നോക്കിയിട്ട് അവൻ ഇഷ്ടപ്പെടുകയല്ല. ഇതൊക്കെയാണോ നിങ്ങൾ കഴിക്കണേ എന്ന് ചോദിക്കും. അവള് പറയും, ഇതൊന്നുമല്ല ഞങ്ങൾ കഴിക്കുന്നത്, ഇത് കഴിച്ച് വിശപ്പ് മാറ്റിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, അതിന് ജാവിൻ പക്ഷികളെല്ലാം എന്നും നന്ദിയുള്ളവരായിരുന്നു. ഐവി ഇത് പറയുമ്പോ ഓലിക്കും സങ്കടം തോന്നി. അവൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഐവി പറയും, വർഷങ്ങൾക്ക് മുമ്പ് ഡിസോക്കളെല്ലാം ഈ നാട് വിട്ടുപോയപ്പോ ഡിസോവിന്റെ മുകളിലുള്ള പഴത്തോട്ടങ്ങളിൽ ജീവിച്ച ജാവിൻ കിളികളെല്ലാം പട്ടിണിയായി. അവയ്ക്കൊന്നും എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വേര് ഞങ്ങൾക്ക് ആഹാരമായി മാറി. പക്ഷെ അത് അധികം നാളൊന്നും നിന്നില്ല. വേരുകളും കിട്ടാതായതോടെ ജാവിൻ കിളികൾ വിശപ്പ് കൊണ്ട് മരിക്കാൻ തുടങ്ങി. എന്റെ അച്ഛൻ, അമ്മ, കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും പോയി. അവസാനം എന്റെ കൂടപ്പിറപ്പുകളായ രണ്ടുപേർക്ക് ഞാൻ മാത്രമായിട്ട് മാറി. അവർക്ക് ഭക്ഷണം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് എന്റെ ചുമതലയായി മാറി. പക്ഷെ അതിനൊന്നും അവർ ഇതുവരെ എന്നോടൊരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും എന്നെ ഒരു ക്രൂരയായ ചേച്ചിയായിട്ടാണ് കാണുന്നത്, അവരെ എപ്പോഴും ഭരിക്കുന്ന ഒരു ചേച്ചി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് പിപ്ലെറ്റ് പട്ടാണികൾ കിട്ടിയത്. ഓലി ആശ്ചര്യത്തോടെ ചോദിക്കും, പിപ്ലെറ്റ് പട്ടാണികളോ? അതെ, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലാതിരുന്ന സമയത്ത് ഒരു ചെറിയ പൂക്കുകുട്ടി, വളരെ നന്മയുള്ള ഒരു ചെറിയ പയ്യൻ, അവനാണ് ഈ പിപ്ലെറ്റ് പട്ടാണികൾ എങ്ങനെ തുറന്നു കഴിക്കണമെന്ന് പഠിപ്പിച്ചത്. അന്നു മുതൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഭക്ഷണം കിട്ടി, ഞങ്ങളെല്ലാം ജീവനോടെ രക്ഷപ്പെട്ടു. അങ്ങനെ അവൾ ഈ കഥയെല്ലാം പറഞ്ഞ് പോയി കിടന്നുറങ്ങി. അവനോടും കിടക്കാൻ പറഞ്ഞെങ്കിലും, അതായത് ഉറങ്ങാൻ പറഞ്ഞെങ്കിലും
എങ്കിലും അവന്റെ ഉറക്കം പോയി. കാരണം ആ പൂക്കുക്കുട്ടി അവനാണല്ലോ. അവൻ ഓർത്തിരുന്ന പോലെയൊന്നുമല്ല കഥയുടെ കിടപ്പ്. അങ്ങനെ നേരം വെളുത്തു. അവർ രണ്ടുപേരും കൂടി പറന്ന് ആ അരിവ് കണ്ടുപിടിക്കും. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന്റെ മേളിൽ നോക്കിക്കഴിയുമ്പോൾ അത് ആ ചെന്നായ്ക്കളുടെ ഗുഹയാണ്. അങ്ങനെ ആ കുന്നിന്റെ മേളിൽ നോക്കുമ്പോഴാണ് താഴെ നദിയിൽ ബൂഗിള് നീന്തി കളിക്കുന്ന കാണുന്നത്. ഉടനെ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് ചോദിക്കും, എടോ ബൂഗിളെ, നീ എന്താടോ അത് ചെന്നായുടെ ഗുഹയാന്ന് പറയാതിരുന്നത്? നീ അത് പറയുമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഒരാവേശത്തിന് പോയി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോ അവർക്ക് ഭക്ഷണമായി മാറിയേനെ. ബൂഗിള് പറയും, ഞാനത് നിന്നോട് പറയണമെന്ന് ഓർത്താ, അപ്പത്തേക്ക് നിങ്ങളെല്ലാം പോയില്ലേ? അത് പ്രശ്നമാക്കണ്ട, ഞാൻ ആ ചെന്നായ്ക്കളെ മാറ്റിക്കോളാം. അതിനൊരു ഉഗ്രൻ ഐഡിയ എന്റെ കയ്യിലുണ്ട്. നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ആ ചെന്നായ്ക്കൾക്ക് സ്വയം ഭക്ഷണമാകാൻ വേണ്ടി പോവുക. നീ ഞങ്ങളെ സഹായിക്കാൻ പോവാന്നോ? അതേടാ, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി പോവുക. കാരണം എനിക്കിപ്പോൾ ആകെ ഉള്ളത് നിങ്ങൾ രണ്ടുപേരുക. നിങ്ങൾ രണ്ടുപേരും രൂപം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല. എന്നാലും ഞാൻ നിങ്ങളെ സഹായിക്കും. ഐവി പറയും, നീ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു മുട്ട കൊണ്ടുവരാം. ആ മുട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒരു ജാവനായി മാറാം, അതല്ലെങ്കിൽ പൂക്കുമായിട്ട് മാറാം. നിനക്ക് നല്ല മണം പിടിക്കുന്ന മൂക്കൊക്കെ കിട്ടും. ഞങ്ങൾ എന്തായാലും ഒരു മുട്ട നിനക്കായി കൊണ്ടുവരും. ആഹാ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ ഇവരങ്ങോട്ട് പറന്നു പോകുന്ന സമയത്ത് ബൂഗിള് അവിടെ കരയിൽ കയറി കിടക്കുകയാണ്. ഇത് കണ്ട ചെന്നായ്ക്കൾ, വാ, ഒരു വലിയ മീനെ കിട്ടി. അപ്പൊ ആ കുഞ്ഞു ചെന്നായി പറയാണ്, അതെല്ലാം ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ തല എനിക്ക് വേണം കേട്ടോ. അങ്ങനെ ഈ ചെന്നായെല്ലാം ബൂഗിളിനെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഈ ഗ്യാപ്പില് ഒലിയും ഐവിയും കൂടെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറും. അവിടെ നോക്കിക്കഴിയുമ്പോ ആകെ ഒരു മുട്ടയുള്ളൂ. ഐവി പറയും, ഞാൻ ആദ്യം ആ മുട്ടിൽ തൊട്ട് ജാവനായിട്ട് മാറാം. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പറന്ന് നടന്ന് ബാക്കിയുള്ള മുട്ടുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. എന്നാൽ ഒലിക്കിത് സമ്മതമായിരുന്നില്ല. അവൻ പറയും, അത് ശരിയാവില്ല. ഐവി ചോദിക്കും, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നിനക്ക് എന്താ എന്നെ വിശ്വാസം ഇല്ലാത്തത്? ഒലി പറയും, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെ പിപ്ലെറ്റ് പട്ടാണികളെല്ലാം മോഷ്ടിച്ച് കഴിച്ച ആ കിളിയല്ലേ നീ ഇന്നലെ പറഞ്ഞ കഥയിലെ ആ ചെറിയ പൂക്കുമില്ലേ? നിനക്ക് ആ പട്ടാണികൾ പൊട്ടിച്ച് തിന്നാൻ പഠിപ്പിച്ച ആ പൂക്കു, ആ ചെറിയ പൂക്കു ഞാൻ തന്നെയാ. ഞാനൊന്നാ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എന്റെ അച്ഛൻ പോലും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത്. എന്റെ കുടുംബക്കാരെല്ലാം എന്നെക്കെതിരാണ്. ഞങ്ങളെല്ലാം ഭക്ഷണം കിട്ടാതെ മരിക്കാൻ വേണ്ടി പോവുകയാണ്. നിനക്കിത് വല്ലേ അറിയാമോ? ഞാൻ ഇവിടുന്ന് പൂക്കുവായി മാറി തിരികെ ചെന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഒരു തവണ നിന്നെ വിശ്വസിച്ച് ഞാനൊരു തെറ്റ് ചെയ്തു. ഇനി അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവനിത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ആ ചെന്നായ്കൾ അവിടെ എത്തിയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് ബൂഗിളേ എന്നും വിളിച്ച്, ബൂഗിളെ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്, ബൂഗിളേ എന്ന് വിളിച്ച് ഇവർ രണ്ടുപേരും കൂടെ ആ മുട്ടിന്റെ പുറത്തേക്ക് വീഴും. അതിൽ വീണ് കഴിഞ്ഞതേ ഇവർ ബൂഗിളായി മാറി. അങ്ങനെ ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. വെള്ളത്തിൽ വീണ് പിടയ്ക്കുന്ന ഇവരെ ബൂഗിൾ വന്ന് രക്ഷിക്കും. നിങ്ങൾ എങ്ങനെയാണ് ആ ബൂഗിളായി മാറിയത്? ഐവി പറയും, അവിടെ ആകെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് എടുത്ത് ചാടുമ്പോ ബൂഗിളേ എന്ന് വിളിച്ചാണ് ചാടിയത്. അപ്പോൾ ഞങ്ങൾ ബൂഗിളായി മാറി. എനിക്ക് തോന്നുന്നത് ആ മുട്ടുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പൂക്കു എന്ന് പറഞ്ഞിട്ട് ആ മുട്ടി തൊട്ടപ്പോഴാണ് പൂക്കുവായിട്ട് മാറിയത്. ഇപ്പൊ ബൂഗിൾ എന്ന് വിളിച്ച് അതിലേക്ക് വീണപ്പോ ബൂഗിളായും മാറി. അതുകൊണ്ട് ഇനിയൊരു മുട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാ മാറണ്ടേന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്നാൽ ഓലിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറഞ്ഞു, കേൾക്കാൻ കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ നീ എല്ലാം നശിപ്പിച്ചില്ലേ? ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 24 സൂര്യയുടെ വാച്ച് കിട്ടണം. ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയി എല്ലാം പഴയപടി ആക്കേണ്ടി വരും. ഇതോടെ എല്ലാം നിർത്താം. നീ ഒരു ജാവിൻ, ഞാനൊരു പൂക്കു. നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ല, നമ്മൾ തനിയെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി എന്നെ ഉപദ്രവിക്കാനായിട്ട് എന്റെ പുറകെ ആരും വരണ്ട. ഞാൻ പോവുക എന്നും പറഞ്ഞ് അവൻ പോവുകയാണ്. അപ്പൊ ബൂഗിൾ അങ്ങോട്ട് വന്നിട്ട് പറയും, ആ നീ പോവാണേ പൊക്കോ, ഒരു കുഴപ്പമില്ലടാ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാ. നീ നിന്റെ ഇഷ്ടം പോലെ പോയി ജീവിക്ക്. ഞാൻ എന്തായാലും ഐവിക്ക് ബാക്കിയുള്ള മുട്ടുകൾ എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാ. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാടാ. എന്നാ ശരി കേട്ടോ എന്നും പറഞ്ഞ് ബൂഗിളും ഐവിയും കൂടെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇവന്റെ മനസ്സ് മാറി. ഇവൻ പിന്നെയും തിരികെ പോവുകയാണ്. കാരണം ആ മുട്ടുകൾ കണ്ടെത്താതെ ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. ഇവനാണ് വേറെ കൂട്ടുമില്ല. മീനായിട്ട് ഇവൻ എവിടെയും പോയിട്ടുമില്ല. അങ്ങനെ അവര് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഐവി ആകെ സങ്കടപ്പെട്ട് വളരെ പുറകെയാണ് നീന്തി വരുന്നത്. ബൂഗിൾ പറയും, നിങ്ങൾ എന്തിനാണ് വഴക്ക് കൂടുന്നത്? നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പാടില്ലേ? നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ സംഭവമാണ്. നോക്കുമ്പോ എന്താ, വലിയ ശരീരം, വലിയ ചിറകുകളുണ്ട്, എവിടെ വേണമെങ്കിലും നീന്തി പോകാം. ഞാൻ കാണാത്ത കാഴ്ചകളൊന്നുമില്ല. നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പാറകൾ, വലിപ്പമില്ലാത്ത പാറകൾ, വലിയ പൂന്തോട്ടങ്ങൾ. പക്ഷെ എന്ന് പറഞ്ഞിട്ടെന്താ, എനിക്ക് കൂട്ടായിട്ട് ആരുമില്ല. എന്തോ ഒരു കുറവ് എനിക്കുണ്ടെന്ന് പണ്ടേ മനസ്സിലായിരുന്നു. അത് വേറൊന്നുമല്ല, എന്റെ ഈ ഒറ്റപ്പെടല. ഞാൻ ഒറ്റയ്ക്ക് ഈ നദിയിലൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. നോക്കൂലി, നീ ഒരുപക്ഷെ കുറെ നാള് ഒറ്റയ്ക്ക് ജീവിച്ചു കഴിയുമ്പോഴാണ് നിനക്കതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഓരോരുത്തര് തമ്മിൽ വഴക്ക് കൂടാതെ പരസ്പരം സഹായിച്ചുകൂടെ? അങ്ങനെ മുന്നോട്ട് പോയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ബൂഗിൾ ഇങ്ങനെ പറയുന്ന കേട്ട് ഓലിക്ക് ചെറുതായൊരു കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങി. അവൻ ഐവീനെ നോക്കുമ്പോ അവള് പറയാണ്, ഓലി, ഞാൻ
ഞാൻ ചെറുപ്പത്തില് ആദ്യമായിട്ട് കണ്ട ആ ചെറിയ പൂക്കു അത് നീയ. ആ പട്ടാണികൾ എങ്ങനെയാണ് പൊട്ടിച്ച് കഴിക്കണ്ടേന്നുള്ളത് പഠിപ്പിച്ചത് നീയ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് ജീവനോടെ ഉള്ളത്. അതിനുശേഷം നീ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. നിന്നെ അതിൽ പിന്നെ കണ്ടിട്ടുമില്ല. പക്ഷെ നിന്നെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. അത് മാത്രമല്ല, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ഇത്രയേറെ ദ്രോഹിച്ചു എന്നുള്ള കാര്യവും എനിക്കറിയില്ലായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു തീർന്ന് മുന്നോട്ട് പോകുമ്പോ ഗൂഗിൾ പറയും, നമ്മളെത്തി. ഒരുപാട് ജ്വലിക്കുന്ന മൊട്ടുകളുള്ള ആ വലിയ വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മളെത്തി. ഇനി ആ മൊട്ടുകളുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രം മതി. 2 സ്റ്റെപ്പുകൾ കടന്നു വേണം ആ മൊട്ടിന്റെ അടുത്തേക്ക് പോകാൻ. മൊട്ട് കണ്ടതേ വെപ്രാളം കൊണ്ട് ഓലി തന്നെ ആ വെള്ളച്ചാട്ടത്തിന്റെ മേളിൽ കൂടെ മുകളിലേക്ക് തുഴഞ്ഞു കയറാൻ തുടങ്ങി, ആ പാറക്കൂട്ടത്തിലൂടെ. എന്നാൽ ആ പാറപ്പുറത്തൂടെ കയറുന്ന അവന് ഒഴുക്ക് താങ്ങാനാവാതെ വീണ്ടും താഴ്ത്തോട്ട് വന്നു. ഗൂഗിൾ പറഞ്ഞു, നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ഇത് കീഴടക്കാൻ പറ്റില്ല. ഞാനത് തന്നെ ശ്രമിച്ചു നോക്കിയതാണ്. എന്നാൽ നമ്മൾ 3 പേരും ചേർന്ന് ഒരു വലിയ മീനായി കഴിഞ്ഞാൽ നമുക്കത് കീഴടക്കാൻ പറ്റും. അങ്ങനെ ഇവര് 3 പേരും ഒരു വലിയ മീനായി മാറി ഒരുമിച്ച് തുഴഞ്ഞ് ആ കടമ്പ കടന്ന് മുകളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അതിലും വലിയ അപകടം. അവിടെ ഉണ്ടായിരുന്ന പാറകളെല്ലാം എഴുന്നേക്കാൻ തുടങ്ങി. അതെല്ലാം ജീവനുള്ള ഏതോ വിചിത്ര ജീവികളായിരുന്നു. അവരെല്ലാം മീനെ കിട്ടിയ സന്തോഷത്തിൽ എനിക്ക് വേണമെന്നും പറഞ്ഞ് ഇവരെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും 3 പേരും കൂടെ ഒരുമിച്ച് ചേർന്ന് മുകളിലേക്ക് തുഴഞ്ഞ് ആ 2ാമത്തെ പടിയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ മേളിൽ ഇവരെ കാത്ത് ആ ചെന്നായ്ക്കൾ നിപ്പുണ്ട്. അടുത്ത സ്റ്റെപ്പ് കയറി അവർ മുന്നോട്ട് ചെന്നാ ആ ചെന്നായ്ക്കൾ പിടിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് ചെന്നപ്പോഴാണ് അതിൽ ആ കുട്ടി ബഹളം വെച്ച് ഇവരുടെ നേരെ കുറച്ച് അവിടുന്ന് തെന്നി താഴ്ത്തോട്ട് വീഴും. അതിനൊരു കമ്പിൽ പിടുത്തം കിട്ടി. ആ കമ്പിൽ നിന്ന് വിട്ടുപോയ താഴെ നിൽക്കുന്ന ആ കരടി പോലത്തെ സാധനങ്ങൾ ശാപ്പാടാക്കും. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഒലി പറഞ്ഞു. അങ്ങനെ ഇവര് 3 പേരും ചേർന്ന് ഒരാളുടെ ദേഹത്ത് അടുത്തയാള് പിടിച്ചു തൂങ്ങി. അങ്ങനെ ഇവരൊരു വലിയ റോപ്പ് പോലെയായി മാറി ആ വെള്ളത്തിലൂടെ ആടി ചെന്ന് ഒരു പ്രത്യേക രീതിയിൽ ആ കുട്ടി വീഴുമ്പോഴത്തേക്കും അതിനെ പിടിച്ച് കരയിലേക്ക് കയറ്റും. അപ്പോഴേക്കും ആ ചെന്നായ്ക്കൾ അവിടെ എത്തി. ആ കുട്ടിയെ രക്ഷിച്ച കാരണം ആ ചെന്നായ്ക്കള് അവരെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വീണ്ടും അവർ ഒരുമിച്ച് 3 പേരും കൂടെ അടുത്ത സ്റ്റെപ്പും കടന്ന് ഇപ്പോൾ ആ പൂക്കളുടെ അടുത്തെത്തി. ആ ജ്വലിക്കുന്ന മുട്ടിന്റെ അടുത്തെത്തി. ചെന്ന ഉടനെ സന്തോഷം സഹിക്കാൻ പറ്റില്ലാതെ ഓലിയും ഐവിയും ആ പൂക്കളിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അവർക്ക് ആ പഴയ രൂപം തിരിച്ചു കിട്ടി. ഇനി ചാടാനുള്ളത് ബൂഗിളാണ്. അവര് ബൂഗിളിനോട് ചോദിക്കും, നിനക്ക് എന്താവാനാണ് ഇഷ്ടം? പൂക്കുവായിട്ട് മാറാനാണോ ജാവിനായിട്ട് മാറാനാണോ നിനക്ക് ഇഷ്ടം? ബൂഗിൾ പറയും, അതാ ഞാനും ആലോചിക്കുന്നേ. പൂക്കുവായിട്ട് മാറണോ, ജാവിനായിട്ട് മാറണോ, അല്ലെ കൊമ്പുള്ള മുള്ളംപന്നിയായിട്ട് മാറണോ, അതല്ലെങ്കിൽ വേറെ ഒന്നും നോക്കാതെ ഞാനൊന്ന് ചെയ്യാം. Fire Wolf എന്ന് പറഞ്ഞ് ബൂഗിള് ആ ജ്വലിക്കുന്ന മുട്ടിന്റെ മേളിലേക്ക് എടുത്തു ചാടി. ഒലിയും ഐവിയും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവരിങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ കൂട്ടുകാരൻ പോലെ നടന്ന ബൂഗിൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് അവർ തീരെ കരുതി. ഫയർ വൂൾഫ് പറഞ്ഞു, നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ കൂടെ പൊട്ടം കളിച്ച് നടന്ന ഒരു വിഡ്ഢിയായ മീനാണെന്ന് ഞാൻ വിചാരിച്ചോ? വർഷങ്ങൾക്ക് മുമ്പ് ഡിസോക്കളെയെല്ലാം കൊന്ന് എന്റെ വരുതിയിലാക്കിയതാ ഈ കാട് മുഴുവൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ഡിസോ എവിടെ നിന്നോ വന്ന് എന്റെ മേളിലേക്ക് ഒരു ജ്വലിക്കുന്ന മുട്ടെറിഞ്ഞ് എന്നെ ഒരു മീനാക്കി മാറ്റി. അന്നു മുതൽ ഞാൻ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു, നിങ്ങളെപ്പോലെ ഏതെങ്കിലും മണ്ടന്മാരായ 2 പേര് വരാൻ വേണ്ടി. അങ്ങനെ സമയത്ത് തന്നെ നിങ്ങൾ എത്തി. നിങ്ങൾ കാരണം എനിക്ക് എന്റെ പഴയ രാജ്യം തിരികെ കിട്ടിയിരിക്കുന്നു. ഡിസോ ജ്വലിക്കുന്ന മുട്ടെറിഞ്ഞ് അവനെ മീനാക്കി മാറ്റിയെന്നുള്ള കാര്യം ഐവിക്ക് മനസ്സിലായതോടെ ഐവി പറന്നു എന്ന് അവന്റെ മേത്തേക്ക് മുട്ടെറിയാൻ വേണ്ടി നോക്കും. എന്നാൽ അപ്പോഴേക്കും ഐവിനെ ഫയർ വൂൾഫ് കടിച്ചു കൊടയും. എന്നിട്ട് ആ ജ്വലിക്കുന്ന മുട്ടെല്ലാം അവൻ കത്തിച്ചു കളയും. ഒലി കിടന്ന് നിലവിളിക്കുകയാണ്, ഐവി എഴുന്നേക്ക്, നിനക്കെന്താ പറ്റിയേ? അപ്പോ ഫയർ വൂൾഫ് ചോദിക്കും, നിനക്കെന്താ പറ്റിയേ? ഇവളാണോ നിന്റെ കൂട്ടുകാരി? നീയും ഇവളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചതല്ലേ? ഈ കാട്ടിൽ ആർക്കും സുഹൃത്തുക്കളല്ല. ഇവിടെ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ, അത് ഞാനാണ് എന്നും പറഞ്ഞ് ആ ഫയർ വൂൾഫ് അവിടുന്ന് പോകും. ഞാൻ ഈ ഫയർ വൂൾഫ് എന്നും ഫയർ ഫോക്സ് എന്നും മാറി മാറി പറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ദയവായി ക്ഷമിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മേത്തോടെ മുഴുവൻ തീയുള്ള ഒരു ചെന്നായിയാണ്. അപ്പോൾ ഇവിടെ ഐവി ചലനമറ്റ ശരീരമായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒലിക്ക് തീരെ സഹിക്കുന്നില്ല. അവൻ പറയും, ഞാൻ നിന്നെ ആ ജാവിൻ പാറയിലെത്തിക്കും, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും. അവൻ അവിടുന്ന് കുറെ വള്ളികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് കമ്പുകളും സംഘടിപ്പിച്ച് അതിൽ ഐവിനെ വെച്ച് കെട്ടും. എന്നിട്ട് ഒലിയുടെ ദേഹത്തോട് അത് ബന്ധിപ്പിക്കും. എന്നിട്ട് അവളെയും വലിച്ചുകൊണ്ട് അവൻ ആ വലിയ മല കയറുകയാണ്. കുറെ മലകൾ കടന്നപ്പോ അവൻ ക്ഷീണിക്കാൻ തുടങ്ങി. എന്നാലും തന്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും കഴിഞ്ഞു. അവൻ എന്നിട്ടും മലകയറ്റം നിർത്തിയില്ല. അവൻ വീണ്ടും അത് തുടർന്നു. അവൻ പിടിക്കുന്നിടമൊക്കെ പൊടിഞ്ഞു വീണു. എന്നാൽ അപ്പോഴും അവന്റെ കൂട്ടുകാരിയുടെ ദേഹത്തേക്ക് അത് വീഴാതെ അവൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൻ അവസാനം ജാവിൻ പാറയിലെത്തി. അവൻ അവന്റെ അവസാനത്തെ സർവ്വശക്തി ഉപയോഗിച്ച് ഐവിനെ മുകളിലേക്ക് വലിച്ചെത്തിച്ചിട്ട് അവളെ രക്ഷിക്കാൻ പറഞ്ഞ് അവിടെ കുഴഞ്ഞു വീഴും. പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോ ഐവിയെ കാണാനില്ല. അവിടെ വന്ന ഒരാളോട് ഐവി എവിടെ പോയെന്ന് ചോദിക്കും. അപ്പൊ ആ കിളി പറയും, സോറി മോനെ, അവള് പോയി. ഇത് പറഞ്ഞിട്ട് ആ കിളി അവിടുന്ന് സങ്കടത്തോടെ പറന്നു പോകും. ഐവി മരിച്ചുവെന്ന് അവൻ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ ആകെ വിഷമാകും. അവന്റെ കണ്ണുകൾ
കണ്ണുകളെല്ലാം നിറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. ആ കൂട്ടിൽ കിടന്ന ഐവിയുടെ തൂവലുകളെല്ലാം അവൻ നെഞ്ചോട് ചേർത്തിട്ട് അവൻ വിങ്ങി പൊട്ടി കരയുകയാണ്. നീ മാത്രമായിരുന്നു എന്റെ ഫ്രണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു കൂട്ടുകാരി നീയാണ്. നീ പോയത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവൻ ഇങ്ങനെ നെഞ്ചത്തടിച്ചു കിടന്ന് കരയുന്നത് ഐവി കാണുന്നുണ്ട്. അവള് പറയും, ആഹാ കൊള്ളാം, നീ എന്നെ പറ്റി ഇത്ര നല്ലതൊക്കെ പറയുമല്ലേ, അതുകൊണ്ട് ഇതൊന്നും നിർത്തണ്ട കേട്ടോ. നീ പറഞ്ഞോ, നീ എവിടെ പോയതായിരുന്നു? അവരെന്തിനാ നീ പോയെന്ന് പറഞ്ഞത്? അവള് പറയും, ഞാൻ പോയെന്ന് പറഞ്ഞത് നേരാ. ഞാൻ നിനക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയതാണ്. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കും. അവള് തിരിച്ചു അവനെ ഹഗ് ചെയ്യും. എന്നിട്ട് പറയും, നീ ഇപ്പോഴും ആ സ്നേഹമുള്ള ആ കുട്ടി പൂക്കുക. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. അവൻ പറയും, അതെ, ഞാൻ ആ കുട്ടി പൂക്കുക. എപ്പോഴും എല്ലാം തെറ്റായിട്ട് ചെയ്യുന്നവൻ, എല്ലാ മണ്ടത്തരങ്ങളും കാണിക്കുന്നവൻ. ഈ സീനൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഇത് നിങ്ങൾ സിനിമയായിട്ടാ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കണ്ണ് നിറയും. ഇതിപ്പോ എന്റെ എക്സ്പ്രഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും ഫീൽ ആകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവനിങ്ങനെ പറഞ്ഞു തീർന്നതും ഐവി പറയും, ഞാൻ നിന്നെ ഒരു കൂട്ടം കാണിച്ചു തരാം. അവനെ പുറത്തു കൊണ്ടുപോയി അവരുടെ കുടുംബത്തിലെ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കും. കുറെ കുട്ടികൾ കളിക്കുന്നതും, കുട്ടികൾ എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ, അവരൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും അതിലെ പറന്നു നടക്കുന്നതും എല്ലാം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഐവി പറയും, നീ എല്ലാം തെറ്റായിട്ട് ചെയ്യുന്നവനൊന്നുമല്ല. നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്മയുള്ളത് കൂടിയാണെന്നുള്ളത് അറിയിക്കുക. നീ ആ പട്ടാണി പൊട്ടിച്ച് കഴിക്കുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഈ കുട്ടികളൊന്നും ഇന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ഇവരാരും ഇന്നുണ്ടാകില്ലായിരുന്നു. ഞങ്ങളെല്ലാം കുടുംബത്തോടെ ആ പട്ടിണിയിൽ മരിച്ചു പോയേനെ. ഇന്ന് ഇവരെല്ലാം ഇങ്ങനെ സന്തോഷിക്കുന്നതിലും ഇങ്ങനെ പറന്നു കളിച്ച് നടക്കുന്നതിലും എല്ലാത്തിനും പിന്നിൽ നിന്റെ ആ സഹായമുണ്ട്. ഞങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. ഒരുപാട് നന്ദി. ഐവി വളരെ സന്തോഷത്തോടെ എന്നാൽ വളരെ വേദനയോടും കൂടി അവനോട് പറയും. അപ്പോഴേക്കും കുറെ കുട്ടികൾ അവന്റെ അടുത്തേക്ക് ഓടി വരും. പോരാത്തതിന് നമ്മുടെ വയലറ്റും മറ്റേ പക്ഷിയുടെ പേര് മറന്നുപോയി, ആ പക്ഷി അവിടെ നിൽപ്പുണ്ട്. അവര് വന്നിട്ട് ചോദിക്കും, ഞങ്ങൾ നിനക്ക് പരിചയമുണ്ടോ? നിന്നെ ഞങ്ങൾ ചാണകം കൊണ്ട് പൊതിഞ്ഞു വിട്ടതല്ലേ? അവൻ പറയും, ഒരുപാട് നന്ദി, എന്റെ ജീവൻ രക്ഷിച്ചതിന്. നിങ്ങൾ ഞാൻ എങ്ങനെ മറക്കാനാ? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തരം പൊടി അതിലെല്ലാം പറക്കുന്നത് കാണും. കുട്ടികളെല്ലാം അത് മഞ്ഞ് പെയ്യുന്നതാണ് പറയുന്നത്. എന്നാൽ പൂക്കുവിന് അത് മഞ്ഞല്ല എന്നുള്ള കാര്യം മനസ്സിലാകും. അവൻ പറയും, ഫയർ വുൾഫ് അവൻ പണി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അവര് നോക്കുമ്പോൾ ആ കാട് മുഴുവൻ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. കിളികളുടെ കൂട്ടത്തോട് അവരുടെ തലവൻ പറയും, ആരും ഇപ്പോൾ പറക്കണ്ട, എല്ലാവരും അവരുടെ കൂടുകളിൽ പോയി സുരക്ഷിതരായിട്ടിരിക്കാൻ പറയും. അപ്പൊ ഐവി മുന്നോട്ട് വന്ന് പറയും, അത് പോരാ, നമുക്ക് ഈ കാടിനെ രക്ഷിക്കണമെന്ന് പറയും. അപ്പൊ കിളികളുടെ തലവൻ പറയുന്നത്, അതൊക്കെ വലിയ അപകടമാണ്, നമ്മൾ നമ്മുടെ രക്ഷ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യമൊന്നും ആരും അന്വേഷിക്കേണ്ടെന്ന് പറയും. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി നമ്മുടെ വയലറ്റും ആ കുഞ്ഞു പക്ഷിയും കൂടെ വന്നിട്ട് പറയും, ഐവി പറയുന്നത് വളരെ ശരിയാണ്. അവളുടെ വർത്താനം കേട്ടാ നമുക്കൊക്കെ ദേഷ്യം വരും. അവള് നമ്മളെല്ലാം ഭരിക്കുന്നതായിട്ട് തോന്നും, ഭയങ്കര ദേഷ്യക്കാരിയായിട്ട് നമുക്ക് തോന്നും. എന്നാ അവള് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ കൂടി ഞങ്ങൾക്ക് പണയം വെച്ചതാണ്. ഇതൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എന്ന് വെച്ച് അവള് പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആ കാടിനെ രക്ഷിക്കണം. തന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന അനീത്യമാർ ഇത്രയും പറഞ്ഞപ്പോ ഐവിക്ക് ശരിക്കും സങ്കടം വന്നു. അങ്ങനെ അവരെല്ലാരും കൂടി ആ കാട് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അവർ പോകുന്ന വഴിക്ക് ആ കാട് മുഴുവൻ കത്തി അമരുന്നത് കാണാം. അങ്ങനെ വയലറ്റിന്റെ നിർദ്ദേശപ്രകാരം രക്ഷപ്പെട്ട് എങ്ങോട്ട് ഓടണമെന്നറിയാതെ നിൽക്കുന്ന ആ മൃഗങ്ങൾക്ക് ആ പക്ഷികൾ വഴികാട്ടിയായിട്ട് മാറും. അങ്ങനെ ഒരു തരത്തിൽ അവര് അധികം തീ പിടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടെയും ഉടനെ തീ വരും. അപ്പോഴേക്കും ആ ചെന്നായക്കൂട്ടവും അങ്ങോട്ടേക്ക് വന്നു. അവര് പറയും, എന്റെ മകനെ രക്ഷിച്ചതിന് വളരെ നന്ദി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ആ ചെന്നായ്ക്കൂട്ടം വന്ന് അവിടെ കിടന്ന തടികളെല്ലാം കടിച്ചു വലിച്ച് ആ വെള്ളത്തിലേക്ക് ഇടും. ഓലി പറയും, ഇനി നമുക്ക് രക്ഷപ്പെടാൻ പൂക്കുദ്വീപ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി ആ തടിയിലും ഒക്കെ പിടിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പൂക്കുദ്വീപിലേക്ക് ചെല്ലുകയാണ്. അവര് വരുന്നതെല്ലാം കണ്ട് ഒലിയുടെ അച്ഛനും വീട്ടുകാരും എല്ലാം അവിടെ നിപ്പുണ്ട്. ഈ മൃഗങ്ങളുടെ കൂടെ ഒലീനെ കണ്ടതോടുകൂടി അവർ ഓടിയിറങ്ങി താഴത്തോട്ട് വരും. എന്നാൽ വരുന്നത് വലിയ കമ്പൊക്കെ എടുത്തോണ്ടാണ്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ജീവികളെല്ലാം അവർക്ക് പേടിയാണ്. എല്ലാ ജീവികളെയും ഈ പൂക്കു ശത്രുക്കളായാണ് കാണുന്നത്. പൂക്കു മാത്രമല്ല എല്ലാവരും. എന്നാൽ ഓലി അങ്ങോട്ട് ചെന്നിട്ട് പറയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, നമ്മൾ ആ പിപ്ലെറ്റ് പട്ടാണികള് തുറന്ന് കഴിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തത് ഒരിക്കലും തെറ്റായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പക്ഷികളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മാത്രമല്ല മുത്തശ്ശി പറഞ്ഞ പോലെ ഞാൻ ആ ജ്വലിക്കുന്ന മുട്ടിൽ പോയി വീണ് പക്ഷിയായും മീനൊക്കെയായി മാറി ഇവരുടെ ജീവിതമെല്ലാം പഠിച്ചു. എനിക്കിപ്പോ പല കാര്യങ്ങളും അറിയാം. നിങ്ങൾ കാണാത്ത പലതും ഞാൻ കണ്ടു. അതുകൊണ്ട് ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മളെ വിട്ടുകഴിഞ്ഞാൽ വേറെ ആരുമില്ല ഇവരെ സഹായിക്കാൻ. നമ്മൾ ഇവരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോഴേക്കും ആ മൃഗങ്ങളെല്ലാം അവിടെ എത്തിയിരുന്നു. അച്ഛൻ പതിയെ ചെന്ന് അതിലൊരു മാനിനെ പിടിച്ച് കരയിലേക്ക് കയറ്റും. അങ്ങനെ അവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫയർ വുൾഫ് അങ്ങോട്ട് വരുന്നത്. അവൻ ഉറക്കെ അലറും, ഓലി, നീ എന്താണ് ഈ ചെയ്തത്? നീ എന്നെ എതിർക്കാനാണോ ഭാവം? നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല. ഓലി ഇത് കേട്ടതും നേരെ അവൻ ആ വീണ ആ കുഴിയിലേക്ക് ഓടുകയാണ്. അവനും ഐവി അവിടെ ചെന്നിട്ട് ഐവിനെ മുകളിൽ നിർത്തി അവൻ ആ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങും. പക്ഷെ അവിടെ ആ അത്ഭുതം ഒട്ടില്ല. അവൻ അവിടെ കിടന്ന ആ വള്ളികളെല്ലാം എടുത്ത് ഡിസോയോട് പ്രാർത്ഥിക്കുകയാണ്, ഡിസോയോട് യാചിക്കുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്ക്, വേറൊരു മാർഗവും ഇല്ല. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? എനിക്കൊരു മുട്ട് മതി, ഒരേ ഒരു മുട്ട്. ഞങ്ങളുടെ കാട് മുഴുവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മുട്ട്. ഈ സമയത്ത് ചെന്നായ അവരുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഐവി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അവള് പറയും, ഇനി ഒട്ടും
ഒട്ടും സമയമില്ല. ഓലിയുടെ കണ്ണുനീർ ആ ഡിസോയുടെ കാലിലേക്ക് വീണതോടുകൂടി അത് പ്രവർത്തിക്കാൻ തുടങ്ങി. വലിയ വെളിച്ചം വന്നു. ഒരു മൊട്ട് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അതൊരു വലിയ മൊട്ടായി മാറി. ഡിസോ എന്ന് പറഞ്ഞ അവൻ ആ മൊട്ടിൽ തൊട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കാട് മുഴുവൻ ഇളക്കിക്കൊണ്ടുവരുന്ന ഡിസോയെയാണ്. അതായത് ഒലി തന്നെയാണത്. അച്ഛനും അമ്മയും ഒക്കെ ഒലിനെ കണ്ട് അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഒലിയാണോ അത്? ഐവിയും അവന്റെ കൂടെ പറന്നു ചെല്ലുകയാണ്. ഫയർ വൂൾഫ് അവനോട് ചോദിക്കും, ഓ നീ ഡിസോയായിട്ട് എന്നെ കൊല്ലാനാണോ പ്ലാൻ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഒലി പറയും, നീ ഒന്നെങ്കിലും ഇവിടുന്ന് തിരികെ പോണം, ഇല്ലെങ്കിൽ നിന്നെ പൂർണ്ണമായും ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് അവൻ ആ വലിയ കാലുകൾ കൊണ്ട് ആ ഫയർ വൂൾഫിനെ ചവിട്ടിത്തെറിപ്പിക്കും. ഫയർ വൂൾഫ് തെറിച്ച് ചെന്ന് ഒരു വലിയ പാറക്കൂട്ടത്തിൽ വീഴും. ആ വെള്ളം അവന്റെ മേത്തേക്ക് തെറിപ്പിച്ച് അവന്റെ തീ അണയ്ക്കും. ഈ കാടിനെ മുഴുവനായിട്ട് നീ നശിപ്പിച്ചു. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ഈ കാടിനെ നശിപ്പിച്ച നീ ഇനി പഴയ ഭൂകളായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ അത്ഭുതമൊട്ടുണ്ടാക്കി ആ അത്ഭുതമൊട്ട് ഐവി കൊത്തിക്കൊണ്ട് ചെന്നായുടെ മേളിലേക്ക് കൊണ്ടയിടാൻ തുടങ്ങുമ്പോഴേക്കും ചെന്നായ വീണ്ടും തന്റെ ശരീരത്തിൽ തീയെല്ലാം പിടിപ്പിച്ച് പഴയ പോലെ മാറും. ആ മൊട്ട ആ തീക്കുള്ളിൽ വീണ് വെന്തുപോകും. ആ മൊട്ടിന് ആ ചെന്നായ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ പറയും, പണ്ടെന്നെ അങ്ങനെ ആക്കിയെന്ന് വിചാരിച്ച് ഇപ്പോഴും ഞാൻ വിഡ്ഢിയായി മാറുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇപ്പോൾ ആരാണ് ശരിക്കും പറ്റിക്കപ്പെട്ടത്? നിങ്ങളല്ലേ? അവൻ അട്ടഹസിച്ചുകൊണ്ട് ആ ഡിസോയുടെ മേളിലേക്ക് കയറും. ഡിസോയുടെ ശരീരം മുഴുവൻ തീ പിടിപ്പിക്കും. ഡിസോ ഇപ്പോ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ആ ഫയർ വൂൾഫിനെ തുരത്താൻ പറ്റുന്നില്ല. അവസാനം ഡിസോയെ മുഴുവൻ തീ പിടിപ്പിച്ച് രക്ഷപ്പെടാൻ തുടങ്ങുന്ന കണ്ട ആ ഫയർ വൂൾഫിന്റെ നേരെയാണ് ഇപ്പോൾ ഡിസോ നിൽക്കുന്നത്. ഫയർ വൂൾഫ് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ കാലുകളിൽ പിടിവീഴും. അത് വേറൊന്നുമല്ല, ഡിസോയുടെ റൂട്ടുകളാണ്. ആ വേരുകൾ അവനെ ചുറ്റിമുറുക്കും. അവനിപ്പോൾ എങ്ങോട്ടും ഓടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡിസോ നിൽക്കുന്നതും ഫയർ വൂൾഫ് നിൽക്കുന്നതും അവൻ പണ്ടുണ്ടാക്കിയ ആ വലിയ അണക്കെട്ടിന്റെ മുമ്പിലാണ്. പണ്ട് പാറയിടിച്ച് അവനൊരു തടാകം പോലെ തീർത്തിരുന്നല്ലോ ഡിസോക്കളെ തുരത്താൻ വേണ്ടി. അവിടെയാണ് നിൽക്കുന്നത്. ഡിസോ സർവ്വശക്തിയും എടുത്ത്, അതായത് ഒലി സർവ്വശക്തികളും ഉപയോഗിച്ച് ആ വേരുകൾ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വളർത്തി അത് പൊട്ടിച്ച് ആ അണക്കെട്ട് തുറന്ന് താഴ്ത്തോട്ട് വിടും. അങ്ങനെ അവിടെ കെട്ടിനിന്ന വെള്ളമെല്ലാം താഴ്ത്തോട്ട് പതിക്കുന്നതോടുകൂടി ഡിസോയും അതിന്റെ കൂടെ ഈ ഫയർ വൂൾഫും താഴ്ത്തോട്ട് വീഴുകയാണ്. അങ്ങനെ സ്വയം ജീവൻ നൽകിക്കൊണ്ട് ഒലി ഫയർ വൂൾഫിന്റെ കയ്യിൽ നിന്ന് ആ കാടിനെ രക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം നാളുകൾ കടന്നുപോയി. ഇപ്പോ പക്ഷികളും പൂക്കവും എല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് പരസ്പരം ശത്രുതയില്ല, പരസ്പരം വിശ്വാസവുമുണ്ട്. ഇപ്പോ ഒലിയുടെ അച്ഛന് കൂട്ടായിട്ട് ഐവയാണുള്ളത്. അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് ദൂരെ നിന്ന് ഡിസോകൾ വരുന്നത് കാണുന്നത്. ഇവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ ഡിസോകളെല്ലാം വന്ന് ആ കാട്ടിലേക്ക് കയറും. അവർ കാട്ടിലേക്ക് കാല് കുത്തിയതോടുകൂടി ആ കാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. എവിടെയും പൂക്കളും സമൃദ്ധിയുടെ പഴത്തോട്ടങ്ങളും എല്ലാം ഉണ്ടാവുകയാണ്. അവരുടെ മുമ്പിലേക്ക് കുറെ പട്ടാണികളും അവർക്ക് കഴിക്കാനുള്ള വസ്തുക്കളും പഴങ്ങളും എല്ലാം വന്നു വീഴുകയാണ്. ഐവി പറന്നു നിന്ന് നോക്കുമ്പോൾ ആ ഡിസോകളുടെ മുകളിൽ നമ്മുടെ സുന്ദരൻ ഒലിയും ഇരിക്കുന്നുണ്ട്. ഐവി ചോദിക്കും, നീ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവൻ പറയും, ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചതാ, എന്നാൽ എന്നെ ഒരു ഡിസോ കണ്ടെത്തി. ആ ഡിസോ വന്ന് എനിക്ക് പുനർജീവൻ നൽകി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ജീവിച്ചത്. അങ്ങനെ വീണ്ടും എല്ലാവരും പഴയതുപോലെ ആ ഡിസോകളുടെ അനുഗ്രഹത്തോടെ രൂപമൊക്കെ മാറാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ള ഇനങ്ങളുടെ കൂടെ ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കി പരസ്പര സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു കാടിനെയും കാണിച്ചുകൊണ്ട് സ്വാപ്പിഡ് എന്ന മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഓലിയെയും ഐവിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടോ? കഥ അവസാനിച്ചു. ചേട്ടൻ പോവാണ്. എല്ലാവരും വഴക്കുണ്ടാക്കാതിരിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഹെൽത്ത് നോക്കണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ കാണാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോളൂ. ഒരു അടിപൊളി സിനിമയായിട്ട് ഞാൻ വീണ്ടും വരാം. സൈനിങ് ഓഫ് മല്ലു സ്റ്റോറി ബോട്ട്.